ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കോഴിക്കോട് കുണ്ടായത്തോട് റെയിൽവേ ട്രാക്കിൽ ദ്വാരങ്ങൾ കണ്ടെത്തി. ബ്ലേഡ് മാഫിയക്കെതിരെ ഓപ്പറേഷൻ കുബേര തുടരുമെന്ന് രമേശ് ചെന്നിത്തല. എരഞ്ഞിപ്പാലം പാസ്പോർട്ട് ഓഫീസിന് സമീപമുള്ള റോഡിൽ മൊബൈൽ ടവർ നിർമ്മിക്കുവാനുള്ള ശ്രമം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് കുണ്ടായത്തോട് റെയിൽവേ ട്രാക്കിൽ ദ്വാരങ്ങൾ കണ്ടെത്തി. ഡ്രില്ലർ ഉപയോഗിച്ച് തുളച്ച നിലയിൽ 34ഓളം ദ്വാരങ്ങളാണ് പരിശോധനയ്ക്കിടെ കണ്ടെത്തിയത്. ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് റെയിൽവേ അധികൃതർ സ്ഥിരീകരിച്ചു. കോഴിക്കോട് കുണ്ടായത്തോട് റെയിൽവേ ട്രാക്കിലാണ് ദ്വാരങ്ങൾ കണ്ടെത്തിയത്. ഡ്രിൽ ഉപയോഗിച്ച് തുളച്ച നിലയിൽ 34ഓളം ദ്വാരങ്ങളാണ് ട്രാക്കിൽ കണ്ടത്. ട്രാക്ക് പരിശോധനയ്ക്കിടയിലാണ് സംഭവം കണ്ടത്. സംഭവ സ്ഥലത്തെത്തിയ റെയിൽവേ അധികൃതർ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നതായി സ്ഥിരീകരിച്ചു. ബ്ലേഡ് മാഫിയക്കെതിരെ ഓപ്പറേഷൻ കുബേര തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനമൈത്രി പോലീസ് ബാങ്കുകൾ വഴി ബ്ലേഡ് മാഫിയക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കൊള്ളപ്പലിശക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഭീമമായ സമാന്തര സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്ന കഴുത്തറപ്പൻ, വട്ടിപ്പലിശ, ബ്ലേഡ് കമ്പനിക്കാരെ സംസ്ഥാനത്ത് അടിച്ചമർത്തുമെന്നും ഓപ്പറേഷൻ കുബേര എല്ലാ ജില്ലകളിലും ശക്തമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. കുടുംബശ്രീ, ജനമൈത്രി പോലീസ്, ബാങ്കുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്ലേഡ് മാഫിയക്കെതിരെ ശക്തമായ ബോധവൽക്കരണം സംഘടിപ്പിക്കുമെന്നും വായ്പ തിരിച്ചുപിടിക്കാൻ കൊട്ടേഷൻ സംഘങ്ങളെ ഏർപ്പെടുത്തുന്നതിന് കടുത്ത നിയമ നടപടി കൈക്കൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് കൊള്ളപ്പലിശക്കാർക്കെതിരായിട്ടുള്ള ഓപ്പറേഷൻ കുബേര കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നതാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിലുള്ള ഭീമമായ സമാന്തര സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്ന കഴുത്തറപ്പൻ പലിശക്കാരെയും വട്ടിപ്പലിശക്കാരെയും ബ്ലേഡ് കമ്പനിക്കാരെയും എന്തു വില കൊടുത്തും അടിച്ചമർത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ സമീപനം. ബോധവൽക്കരണ പ്രക്രിയയും സജീവമാക്കാൻ ഗവൺമെന്റ് ഏജൻസികൾ തീരുമാനിച്ചിട്ടുണ്ട്. കുടുംബശ്രീ, ജനമൈത്രി പോലീസ്, അതോടൊപ്പം തന്നെ ബാങ്കുകൾ, ലീഡ് ബാങ്കുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ വ്യാപകമായി സംസ്ഥാനത്ത് ബ്ലേഡ് മാഫിയക്കെതിരായിട്ടുള്ള ബോധവൽക്കരണ പ്രക്രിയ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ചിട്ടിക്കമ്പനികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നും നഗരത്തിൽ തിരക്കുള്ള ഇടങ്ങളിൽ പുതിയ ബാങ്കിംഗ് സംവിധാനം കൊണ്ടുവരുമെന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ചന്ദ്രിക ദിനപത്രത്തിലെ മുഖപത്രം മുസ്ലിം ലീഗിന്റെ അഭിപ്രായമല്ലെന്നും എഡിറ്റോറിയൽ ബോർഡിന്റെ തീരുമാനമാണെന്നും തിരഞ്ഞെടുപ്പ് പരാജയം കൂട്ടുത്തരവാദിത്തമാണെന്നും രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ വലിയ പ്രതീക്ഷയാണെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വളരെ ജാഗ്രതരായി മുന്നോട്ടു പോകുമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എരഞ്ഞിപ്പാലം പാസ്പോർട്ട് ഓഫീസിന് സമീപമുള്ള റോഡിൽ മൊബൈൽ ടവർ നിർമ്മിക്കുവാനുള്ള ശ്രമം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. എരഞ്ഞിപ്പാലം പാസ്പോർട്ട് ഓഫീസിന് സമീപമുള്ള റോഡിൽ സ്വകാര്യ കെട്ടിടത്തിൽ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെയാണ് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചത്. വെള്ളിയാഴ്ച മൊബൈൽ ടവർ നിർമ്മിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടയുകയായിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ മൊബൈൽ ടവർ നിർമ്മാണം അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങൾ തുടർച്ചയായി 2 മാസക്കാലമായി ഈ സമരമുഖത്താണ്. ഇവിടുത്തെ പ്രദേശത്തെ മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇവിടെ ഈ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരത്തിലാണ്. ഇവിടെ ടവർ വരുന്നതിനെതിരെ ഞങ്ങൾ പറയുന്ന വിഷയം, ഇത് ഈ ബിൽഡിങ് വളരെ 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇത്ര വലിയൊരു ടവർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇതിന് താഴെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം പോലും വളരെ സുരക്ഷിതത്വത്തിൽ വളരെ ഭീഷണിയാണ്. അതാണ് ഞങ്ങൾ ഉയർത്തുന്ന വലിയൊരു കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെ, ഒരു മാനദണ്ഡവും കാണിക്കാതെയാണ് ഈ ടവർ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി റിലയൻസ് കമ്പനിയുടെ സ്വാധീനം തന്നെ പറയാം. അവരെ വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയാണ്. ആ കമ്പനി എന്ന നിലയ്ക്ക് എല്ലാ തരത്തിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ ടവർ നിർമ്മാണമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വളരെ കാലമായി സമരം, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ഏന്തിക്കൊണ്ട് ആളുകൾ ജനകീയമായിട്ടുള്ള വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ നിരവധി തവണകളായി പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട്
ഇന്നിപ്പോൾ നടന്നിട്ടുള്ളത് ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് ഇവിടെ സമരം ചെയ്യുമായിരുന്നു. ഇവിടെ ഇന്നലെയും ഉണ്ടായിരുന്നു ആളുകൾ ഭക്ഷണം പോലും കഴിക്കാതെ ഭക്ഷണം ഇവിടെ നിന്ന് പാചകം ചെയ്തിട്ടാണ് ആളുകൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസിനെയൊക്കെ പെട്ടെന്ന് ആളുകളൊക്കെ കുറച്ച് പിരിഞ്ഞു പോയി എന്ന് തോന്നുന്ന സമയത്ത് റിലയൻസിൻ്റെ ആളുകളായിട്ടുള്ള റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് പോലീസ് എത്തുക. പോലീസ് ഒരു മുന്നറിയിപ്പും വരാതെ പെട്ടെന്ന് ആളുകളെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് എന്ത് വന്നാലും റിലയൻസിന് വേണ്ടി പണിയെടുക്കുമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സമീപനമാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുത്തു. പ്രശാന്ത്, ബിജുരാജ്, കോയ, രജുലേഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രതിഷേധക്കാരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. മദ്രസ അധ്യാപകർക്കുള്ള ക്ഷേമനിധിയിൽ അംഗങ്ങളായവർക്ക് 2 ലക്ഷം രൂപ വരെ പലിശരഹിത ഭവന വായ്പ നൽകുമെന്ന് മന്ത്രി മഞ്ഞളാം കുഴിയാലി. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ വായ്പാ വിതരണ ഉദ്ഘാടനവും സംരംഭകത്വ പരിശീലനവുമാണ് കാലിക്കറ്റ് ടവറിൽ നടന്നത്. സംസ്ഥാന നഗരകാര്യ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ഞളാം കുഴിയാലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മദ്രസ അധ്യാപകർക്കുള്ള ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് 2 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ മദ്രസ അധ്യാപകരാണ്, അധ്യാപകരുടെ കണക്ക് പേരവർക്ക് അധ്യാപകരാണെന്നുണ്ടെങ്കിൽ തന്നെ അവർ വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നിലാണ്. അവർക്ക് കിട്ടുന്ന ശമ്പളം 1500, 2000, 2500 ഒക്കെ. ആ ശമ്പളം കൊണ്ട് പലപ്പോഴും ഒരു വീട് വെച്ച് അല്ലെങ്കിൽ വീടുണ്ടാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ കുടുംബത്തെ തന്നെ പോറ്റാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അവരാണെങ്കിലും വളരെ മാന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഒരു ഇതിലാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ഈ ആൾക്കാർക്ക് വളരെ പിന്നിലാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ അധ്യാപകർക്ക് നമ്മുടെ ക്ഷേമനിധി ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള അധ്യാപകർക്ക് അവർക്ക് മാത്രം 2 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് വീടിനുള്ള ലോൺ കൂടി കൊടുക്കാനുള്ള പരിപാടിയാണ്. 2 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് അതിനുള്ള മറ്റുള്ള സൗകര്യങ്ങളായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റുകൾ സർക്കാർ വഹിക്കാനുള്ള പദ്ധതികളാണ് നിങ്ങൾ ആരംഭിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ രീതിയിലുള്ള പദ്ധതികളുമായിട്ടാണ് ന്യൂനപക്ഷ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മുടെ സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇൻട്രസ്റ്റ് വളരെ കുറച്ചുകൊണ്ടാണ് മറ്റുള്ള സഹകരണ സംഘങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകളെയൊക്കെ അപേക്ഷിച്ച് നമ്മളെ ഇവിടുന്ന് കൊടുക്കുന്ന ഈ ലോണുകൾ, ഈ വായ്പകൾക്ക് ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. അത് നിങ്ങൾ ഉപയോഗിക്കണം, കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. 2 ആഴ്ചക്കകം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് എല്ലാ ജില്ലകളിലും ഓഫീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ കോർപ്പറേഷൻ ഡയറക്ടർ പി സിയാവുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. എം വീരാൻകുട്ടി, MC മൈൻ ഹാജി, കെ മൊയ്തീൻ കോയ, ഡോക്ടർ പി നസീർ, മജീദ് മൂത്തേടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. വടക്കൻ മലബാറിലെ ആദ്യ വിഷചികിത്സാ കേന്ദ്രം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആരംഭിക്കുന്നു. ഈ മാസം 26-ന് നടൻ സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിക്കും. വടക്കൻ മലബാറിലെ ആദ്യ വിഷചികിത്സാ കേന്ദ്രം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നു. കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 25-ന് സിനിമാ നടൻ സുരേഷ് ഗോപി നിർവഹിക്കും. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി സ്നേക്ക് ബൈറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇതേമാതിരി വേറെ എന്തെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ഈ വിഷം അകത്ത് ചെന്നാലോ വരുന്ന ആൾക്കാരെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ സമയവും സജ്ജമായ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ തന്നെ നമ്മൾ വേണ്ട പ്രാഥമിക ശുശ്രൂഷ കൊടുക്കും. അതുകൂടാതെ നമ്മൾ ഡീകണ്ടാമിനേഷൻ, അവരുടെ ശരീരത്തിന്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും വിഷത്തിന്റെ അംശമുണ്ട് അത് മാറ്റുക. കൂടാതെ വയറ്റിൽ നമുക്ക് വിഷം നീക്കം ചെയ്യുക. അത് കൂടാതെ വേണ്ട പ്രഥമ ശുശ്രൂഷ എമർജൻസി മെഡിസിൻ തന്നെ കൊടുക്കും. അത് കൂടാതെ തന്നെ നമുക്ക് ചില ആൾക്കാർ നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വിഷം കഴിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ ആൾക്കാരെ നമുക്ക് ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പാമ്പ് കടിയും ഭക്ഷ്യവസ്തുക്കളിൽ നിന്നോ മരുന്നുകളിൽ നിന്നോ ഉണ്ടാകുന്ന എല്ലാവിധ വിഷചികിത്സയും കേന്ദ്രത്തിൽ ലഭ്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജൂൺ 4 മുതൽ കേരളത്തിൽ കാലവർഷം ശക്തമാകുമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ജൂൺ 4 മുതൽ കാലവർഷം ശക്തമാകുമെന്നും കാലവർഷത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും പണിക്കർ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. കേരളത്തിൽ തെക്കുകിഴക്ക്, വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലെ തീരപ്രദേശങ്ങളിലുള്ളവരും മലയോര പ്രദേശങ്ങളിലുള്ളവരും കരുതിയിരിക്കണമെന്നാണ് വിഷുഫലം സൂചിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാലവർഷം 3 ആയതിനാൽ 15 ഭാഗം സമുദ്രത്തിൽ വർഷിക്കുന്നതുകൊണ്ട് തീരദേശങ്ങളിൽ കടലാക്രമണങ്ങൾ ശക്തമാകും. തിരുവനന്തപുരം, കോഴിക്കോട്, ആലപ്പുഴ, കണ്ണൂർ എന്നീ ഭാഗങ്ങളിൽ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഏപ്രിൽ 17-ാം തീയതി തന്നെ നിവേദനം ഞങ്ങൾ അയക്കുകയുണ്ടായി. അതിനിടെ 2 തവണ കോഴിക്കോട് കടലാക്രമണം ഉണ്ടായി. നിരവധി വീടുകൾക്ക് തകരാറായി. ഈ സാഹചര്യത്തിൽ ഈ മാസം 28 മുതൽ ജൂൺ മാസം 4-നുമിടയിൽ കാലവർഷം എത്തുന്നതുകൊണ്ട് സർക്കാർ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നിങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാരത്തിൽ വരുമെന്നും കേരളത്തിൽ 12 സീറ്റ്
UDF-നും 8 സീറ്റ് LDF-നും കിട്ടുമെന്നും ഞങ്ങൾ ഏപ്രിൽ 11 നടത്തി അയക്കുന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അയക്കുന്ന പ്രവചനം പൂർണ്ണമായും ശരിയായി വന്നിരിക്കുകയാണ്. സാങ്കേതിക വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുവരാൻ ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പ്രൈവറ്റ് ITA മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ജോബ് ഫെസ്റ്റ് ആൻഡ് സ്കിൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സാങ്കേതിക വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുവരാൻ കേരള സർക്കാർ ശ്രമിക്കുമെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ IT മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല JDT ഇസ്ലാം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ജോബ് ഫെസ്റ്റ് സ്കിൽ എക്സ്പോ 2014 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസനാജി ഇതിന്റെ എല്ലാമായിരുന്ന കാലത്ത് നിരവധി തവണ ഇവിടെ വരാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 30 വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രിയായി ആദ്യമായി ഞാൻ കോഴിക്കോട് വന്നപ്പോൾ അസനാജി എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ടാണ് ഷാജി ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ നിർബന്ധമായി വരും എന്ന് പറഞ്ഞതിന്റെ രഹസ്യമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വിവിധ ITകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ഈ ജോബ് ഫെസ്റ്റ് ആൻഡ് സ്കിൽ എക്സ്പോ നടത്താൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ ഉള്ള നാടാണ്. തൊഴിലില്ലായ്മയ്ക്കുള്ള പരിഹാരം സാങ്കേതിക വിദ്യാഭ്യാസമാണ്, സ്കിൽ ഡെവലപ്മെന്റ്. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഏറ്റവും കൂടുതൽ സാങ്കേതിക മികവ് പ്രകടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാങ്കേതിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാനുമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ശ്രമിക്കുന്നത്. കേരള പ്രൈവറ്റ് ITA മാനേജേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ജില്ലയിലെ വിവിധ സ്വകാര്യ IT മേഖലകളിൽ നിന്നും സാങ്കേതിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന 4000-ഓളം വിദഗ്ധരായ തൊഴിലന്വേഷകരെയും പ്രമുഖ തൊഴിൽ ദാതാക്കളെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന പരിപാടിയാണ്. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ CP കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TP മുഹമ്മദ് അലി, N പ്രശാന്തൻ, VP ഗംഗാധരൻ, N സുബ്രഹ്മണ്യൻ തുടങ്ങിയ നിരവധി പ്രമുഖർ സംസാരിച്ചു. അബിയോ അപ്പാരൽസിന്റെ കക്കാപ്പോ വസ്ത്ര ബ്രാൻഡ് കോഴിക്കോട് തുടക്കം കുറിക്കുന്നു. മെയ് 25-ന് ബീച്ചിൽ ഷോറൂമിന്റെ ലോഞ്ചിംഗ് നടക്കും. അബിയോ അപ്പാരൽസിന്റെ കക്കാപ്പോ എന്ന വസ്ത്ര ബ്രാൻഡ് വിപണിയിലേക്ക്. വസ്ത്രത്തിന്റെ ലോഞ്ചിംഗ് ഈ മാസം 25-ന് കോഴിക്കോട് ബീച്ചിൽ നടക്കും. കക്കാപ്പോ എന്നൊരു ഐ ഹോപ്പ് യു ഓൾ നോ ദാറ്റ് ഇതൊരു ബേർഡ് നെയിമാണ്, ഒരു ബേർഡിന്റെ നെയിമാണ്. ആ ബേർഡിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ലൈഫ് എന്ന് വെച്ചാൽ ഒരു 95 ഇയേഴ്സിനോളം ലൈഫ് ഉണ്ട്. അപ്പോൾ ലോങ് ലീവ് ആണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ഈ കക്കാപ്പോയുടെ പ്രത്യേകത തന്നെ. അത് ഞങ്ങളുടെ ക്വാളിറ്റി, പിന്നെ ഞങ്ങളുടെ ഈ മെറ്റീരിയൽ, ഞങ്ങളുണ്ടാകുന്ന ഈ ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയാണ് ഞങ്ങൾ എല്ലാവർക്കും എൻഫോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരുമാതിരി കാണുന്ന എല്ലാ ഹൈ ബ്രാൻഡ്സിനോടും കമ്പയർ ചെയ്താൽ ക്വാളിറ്റി വൈസിൽ ഞങ്ങളതും അതുപോലെ തന്നെ യാതൊരു ഒരു വ്യത്യാസവും കാണാൻ പറ്റാത്തൊരു ബ്രാൻഡായിരിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് വരാണ്. അപ്പോൾ അതിന് എന്തായാലും ഇപ്പോൾ ബ്രാൻഡിങ് നടക്കണമല്ലോ. ബ്രാൻഡിങ് നടന്നാലേ നമ്മൾ ഈ പ്രോഡക്റ്റ് എല്ലായിടത്തും അറിയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വ്യത്യസ്തമായി ഇങ്ങനെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകുന്ന സോങ് ഉണ്ടല്ലോ, കടക്ക് ചെക്കന്മാരെ കണ്ടിനോ, കാസർഗോഡിലെ ചെക്കന്മാരെ കണ്ടോ, അങ്ങനെ പല പല സോങ്സ് ഇറങ്ങി. അപ്പോൾ അതിന് ബേസിൽ ഞങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാലോ, ഇതിങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ച് നമുക്ക് ഒന്ന് കൊണ്ടുവന്നാൽ ഈ ചെക്കന്മാർ, ഇവർ പറയുന്നല്ലോ കടക്ക് ചെക്കന്മാർ, മഞ്ചൻ ചെക്കന്മാർ, ഈ മഞ്ചൻ ചെക്കന്മാരെല്ലാം നമുക്കൊന്ന് ഒരു സ്റ്റേജിൽ കൊണ്ട് നിർത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരു ഐഡിയ ആണ് ഒരു ഫാഷൻ ഷോ. കാസർഗോഡ് നിന്നാണ് കക്കാപ്പൂവിന്റെ ഉത്ഭവമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓൺലൈൻ മാസിക വ്യവഹാരം.com-ന്റെ പ്രഥമ വ്യവഹാരമിത്രം അവാർഡിന് ഗാനരചയിതാവ് R ശരത്ചന്ദ്ര കർത്ത അർഹനായി. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. മലയാളത്തിലെ ഏക ഓൺലൈൻ നിയമമാസികയായ വ്യവഹാരം.com ഏർപ്പെടുത്തിയ മലബാർ മേഖല പ്രഥമ വ്യവഹാരമിത്രം അവാർഡിന് കവിയും ഗാനരചയിതാവുമായ R ശരത്ചന്ദ്ര കർത്ത അർഹനായി. അടയാളമഷി എന്ന കവിതാ സമാഹാരമാണ് ഇദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. മലയാളത്തിലെ ഏകദേശം ആദ്യകാല നിയമമാസികകളിൽ ഒന്നാണ് വ്യവഹാരം. 1956 ഇത് ആരംഭിച്ചത്. അന്ന് കോഴിക്കോട് ബാറിലെ അഭിഭാഷകരായ KP പളനിനാഥ പണിക്കരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ അന്നത്തെ യുവാക്കളായിട്ടുള്ള ഞങ്ങളും, വിക്ടർ അനന്തിനോട് എന്ന ഞാനും, KP ബഷീർ അതുപോലുള്ള അഭിഭാഷകരുണ്ടായിരുന്നു. വളരെയധികം മുമ്പ് തന്നെ ഈ നിയമസാക്ഷരത ജനങ്ങൾക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു മാസിക തുടങ്ങാൻ ഞങ്ങളെ അന്ന് പ്രേരിപ്പിച്ചത്.
ഇന്നും വളരെ എന്താ പറയുക സങ്കടകരമെന്ന് പറയട്ടെ, ഇന്നും വളരെ അപൂർവ നിയമമാസികകൾ മാത്രമേ മലയാള ഭാഷയിലുള്ളൂ എന്നുള്ളതാണ് സത്യം. അവാർഡ് ദാനം ജൂൺ അവസാന വാരം അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഒളവണ്ണ സ്നേഹാലയം നാട്യകലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധൻ 2014 പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ AV പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്നേഹാലയം നാട്യകലാക്ഷേത്രം ഒളവണ്ണ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാത്ര EMS സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ലഹരി വിരുദ്ധ ക്ലാസ് കോഴിക്കോട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ AV പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത കാലത്തായി ജനങ്ങളെ വ്യാപിച്ചുവരുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ് മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ AV പ്രദീപ് ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. പല വിദ്യാർത്ഥികളും ഇന്ന് ലഹരി മയക്കുമരുന്നൊക്കെ അടിമപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കോഴിക്കോട് ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ളത് രക്ഷിതാക്കൾ കൂടി മനസ്സിലാക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ, ഒരു മാസം മുമ്പേ ഞങ്ങൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് ഒരു 1.5 കിലോ കഞ്ചാവുമായിട്ടൊരു ആളെ പിടിച്ചു, ഒരു പ്രതിയെ പിടിച്ചു. ആ പ്രതിയെ പിടിച്ച് ഞങ്ങൾ ഇൻഫർമേഷൻ കിട്ടി, കാത്തിരുന്ന് യൂണിഫോമിൽ വന്ന് അല്ലാതെ പോയി പിടിച്ചതായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെ ബൈക്കിലൊക്കെ എത്തിയിരുന്നതും കോളേജിലും അതുപോലെ സ്കൂളിലും പഠിക്കുന്ന കുട്ടികളാണ് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അത്ഭുതപ്പെടുന്നത്. തുടർന്ന് ചിത്രകലാ അധ്യാപിക സുചിത്ര ലിനീഷ് ഒളവണ്ണയുടെ ചിത്ര പ്രദർശനവും ലഹരി വിരുദ്ധ ചിത്രരചന മത്സരവും നടന്നു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുഗതൻ, വൈസ് പ്രസിഡന്റ് K തങ്കമണി തുടങ്ങിയവർ സംബന്ധിച്ചു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ പുതിയറ മണ്ഡലത്തിന്റെ 1ാം വാർഷികാഘോഷം നടന്നു. ജനശ്രീ സൌത്ത് ബ്ലോക്ക് ചെയർമാൻ KV കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ ആഭിമുഖ്യത്തിൽ ജനശ്രീ പുതിയറ മണ്ഡലത്തിന്റെ 1ാം വാർഷികം നടന്നു. പുതിയറ മണ്ഡലം ചെയർമാൻ കാളൂർ വിജയരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൌത്ത് ബ്ലോക്ക് ചെയർമാൻ KV കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പുതിയറ മണ്ഡലത്തിലെ 3 ജനശ്രീ വിഭാഗങ്ങളുടെ കൂട്ടായ്മയുടെ വാർഷികമാണ് ഇതെന്നും ജനശ്രീ കുടുംബങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ ക്ഷേമനിധി രൂപീകരിച്ച കാര്യവും മുഖ്യപ്രഭാഷകൻ സൌത്ത് ബ്ലോക്ക് ചെയർമാൻ KV കൃഷ്ണൻ പറഞ്ഞു. ഈ ജനശ്രീ സംഘത്തിന്റെ കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 150ഓളം സംഘങ്ങൾ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലും. അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന മണ്ഡലമാണ് പുതിയറ മണ്ഡലം. റൂറൽ ഏരിയയിൽ, നഗരങ്ങളിൽ, ഗ്രാമങ്ങളിലാണ് ജനശ്രീ സംഘങ്ങളുടെ പ്രവർത്തനം വളരെ വിപുലീകരിച്ച രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടൗണിൽ അതിന്റെ പ്രവർത്തനം അതിൻ്റെതായിട്ടുള്ള പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് സൌത്ത് ബ്ലോക്ക് സെക്രട്ടറി തോട്ടത്തിൽ മോഹൻദാസ്, G മഹേശ്വരി, സക്രിയ P ഹുസൈൻ, PV അബ്ദുൾ കബീർ, രഞ്ജിത്ത് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. കുരുവട്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ചെറുവറ്റ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. കുരുവട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ചെറുവറ്റ ബ്രാഞ്ച് ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ഈ ബാങ്കിന്റെ പ്രവർത്തനം കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ സുബ്രഹ്മണ്യവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാരും നടത്തുന്ന പ്രവർത്തനങ്ങളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. സർവീസ് സഹകരണ ബാങ്കുകൾ നമ്മുടെ നാടിന്റെ ജീവനാഡിയാണ്. ഗ്രാമീണ തലത്തിൽ ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനും അവർക്കൊരു സഹായകമായി പ്രവർത്തിക്കാനും കഴിയുന്ന നല്ല പ്രസ്ഥാനങ്ങളാണ് ഈ സഹകരണ ബാങ്കുകളും സഹകരണ സ്ഥാപനങ്ങളും. കുരുവട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് N സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA-മാരായ ശശീന്ദ്രൻ, ഉമ്മർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. MK രാഘവൻ MP, KC അബു, MP ഹമീദ്, നാരായണൻ, PR രാജേഷ്, KP രാജഗോപാലൻ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ മദ്യ ബ്ലേഡ് മാഫിയക്കെതിരെ നടത്തുന്ന യുവരോക്ഷം പരിപാടിയുടെ ഭാഗമായി നഗരത്തിൽ പ്രകടനം നടത്തി. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK സുബൈർ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. മദ്യലോബിയിൽ നിന്നും കേരളത്തെ സർക്കാർ സംരക്ഷിക്കണമെന്നും മദ്യവിമുക്ത കേരളമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും യൂത്ത് ലീഗ് സൌത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി MN നിസാർ. മദ്യ ബ്ലേഡ് മാഫിയകൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച യുവരോക്ഷം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനുള്ള സമയങ്ങൾ വരുമ്പോൾ, അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ ഗവൺമെന്റ് ഉത്തരവാദിത്ത ബോധമില്ലാത്ത നിലപാടുകളും എടുക്കുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായി സമരരംഗത്ത് യൂത്ത് ലീഗ് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഈ സമരത്തിലൂടെ കൊടുക്കുന്നത്. ഇവിടെ
മദ്യത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഗവൺമെന്റ് നടന്നു പോകുന്നത് എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. മദ്യത്തിൽ നിന്ന് വരുമാനമുള്ളതുപോലെ തന്നെ മദ്യത്തിന്റെ ദുരന്തങ്ങൾ കൊണ്ടും ഗവൺമെന്റിന് വലിയ ബാധ്യതകൾ വന്നുകൊണ്ടിരിക്കുന്നു. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് MP മൊയ്തീൻ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി NC അബൂബക്കർ, K മൊയ്തീൻ കോയ, അഡ്വക്കേറ്റ് AV അൻവർ, അഡ്വക്കേറ്റ് PM ഹനീഫ്, നാസിമുപ്പൻ, PP നസീർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. വാഴയൂർ പഞ്ചായത്തിലെ കക്കോവ് അംഗനവാടി വാർഷികാഘോഷം നടന്നു. PR രമണൻ മാസ്റ്റർ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാഴയൂർ പഞ്ചായത്തിലെ കക്കോവ് അംഗൻവാടി വാർഷികാഘോഷം നടന്നു. PR രമണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PKM ഹിബത്തുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പ്രദേശത്ത് SSLC+2 ഉന്നത വിജയികൾക്കുള്ള അവാർഡ് ദാനം സേതുലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. CDPO ഗദീജ, നൂർജഹാൻ, PK കുഞ്ഞഹമ്മദ് ഹാജി, PK ബാലകൃഷ്ണൻ, P ഹസൻ, P അഹമ്മദ് കോയ, P അഹമ്മദ് കബീർ, P സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കോഴിക്കോട് കുണ്ടായത്തോട് റെയിൽവേ ട്രാക്കിൽ ദ്വാരങ്ങൾ കണ്ടെത്തി. ബ്ലേഡ് മാഫിയക്കെതിരെ ഓപ്പറേഷൻ കുബേര തുടരുമെന്ന് രമേശ് ചെന്നിത്തല. എരഞ്ഞിപ്പാലം പാസ്പോർട്ട് ഓഫീസിന് സമീപമുള്ള റോഡിൽ മൊബൈൽ ടവർ നിർമ്മിക്കുവാനുള്ള ശ്രമം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.